മക്കളെ, എന്തിട്ട പരിപാടി? അടുത്ത പരിപാടി സെറ്റാക്കണ്ടേ? ഇവിടുന്ന് ഗോൾഡൻ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്താങ്ങിയത് സമയം ഇപ്പോൾ 7:45. വെറുതെ നടന്നു നോക്കാൻ വിചാരിച്ചു, വല്ല ചായ എന്തെങ്കിലും കുടിക്കാനേ. അങ്ങനെ ഇറങ്ങാൻ ചോദിച്ചു. റോഡിലൊന്നും ആരും ഇല്ല കേട്ടാ. ഇതിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നേരെ വാഗാ ബോർഡറിലേക്കാണ് പോണേ. വാഗാ ബോർഡർ 31 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ 4 മണിക്കാണ് തുറക്കുള്ളൂ പറഞ്ഞ അവിടെ. അപ്പോൾ 4 മണി നമ്മളേക്ക് എത്തിയാൽ മതി. പിന്നെ 6 മണി നമ്മളേക്കും കഴിയുമെന്ന് പറഞ്ഞേ. അപ്പോൾ 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേയുടെ കാര്യമാണ്. അത് നോക്കണം. വേറെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് അഷ്കർ അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേൻ്റെ കാര്യം കുറച്ച് സീനാണ്, നോക്കിയിട്ടൊക്കെ ചെയ്യാനാണ് പറഞ്ഞത്. പെട്രോളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് പഞ്ചാബിൽ വന്ന ശേഷം മറ്റേ മറ്റേ ഇവിടെ പെട്രോൾ പമ്പിൽ എന്നിട്ട് ആലൂനാന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പെട്രോൾ പമ്പിൽ സ്റ്റേ ആയിട്ടില്ല. പിന്നെ അതിന് ശേഷം വേറെ പെട്രോൾ പമ്പിലേക്ക് സ്റ്റേ ആയിട്ടില്ല. ചോദിക്കുമ്പോൾ തരുന്നേ ഇല്ല ഇവർ. അങ്ങനെ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് വല്ല ചായ കുടിച്ചിട്ട് ഗോൾഡൻ ടെമ്പിൾ കാലത്തൊന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഒന്ന് നടന്നിട്ട് വരാം എന്തായാലും. ഇതാണ് മറ്റേ ജാലിയൻ വാലാബാഗിൻ്റെ സ്മാരക്. കാണിച്ചു തരാട്ടാ. ജാലിയൻ വാലാബാഗ് പ്രതിമകളൊക്കെ നോക്കി നല്ല സൈഡിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ. ഇതാണ് എൻട്രൻസ് കയറി വരുമ്പോഴുള്ളത്. ഒരു വെറൈറ്റി വേണ്ടി ഇവിടുന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാണ്. ആ കയറി തന്നെ എൻട്രൻസ് സൂപ്പറായിട്ട് കിട്ടാം. നല്ല രസമായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വേറെ എന്തല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് കയറി വന്നായിരിക്കും തന്നെ എക്സിറ്റ് കാണിക്കണേ. 50 വെള്ളം വീണെങ്കിൽ ലൈറ്റായിട്ട് കണ്ടോ നല്ല സൈഡിൽ സിമ്പിളായിട്ട് വെള്ളമായിട്ട് മുകളിൽ വിളിക്കണമെങ്കിൽ ഉണ്ടോ ലൈറ്റായിട്ട്. അധികം പുറത്തേക്കും ഇല്ല, ഓവറായിട്ടും ഇല്ല. ഇതാകൊണ്ട് ഇവിടെ മെയിനായിട്ട് കാണാനുള്ള കൊണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ജാലിയൻ വാലാബാഗിൻ്റെ സ്മാരകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചെടുക്കാന്ന് മാത്രം തോന്നുന്നുണ്ട്. കാണാനൊന്നുമില്ല കേട്ടോ. വേറെ ഇതൊരു പാർക്ക് പോലത്തെ സെറ്റപ്പാട്ടോ. ഇത് കണ്ടിട്ട് കണ്ടില്ലേ പാർക്കിൻ്റെ ഒരു വൈബ്. അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ആൾക്കാരുണ്ട് തന്നെ. ഇവിടെയൊക്കെ എന്ത് പരിപാടി നടക്കണ്ടോ കേട്ടോ. ആകെ കസാര കിട്ടിച്ചിട്ടുണ്ടല്ലോ. നോക്കി നോക്കാം നമുക്ക്. പ്രാവുകളുടെ സൗണ്ട് കിട്ടി രാവിലെ നല്ല രസമില്ലേ. ഇവിടെ എപ്പോഴാണ് പരിപാടി? ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുകയാണോ ഓഫീസിലേക്കത്. ഇതാണ് സംഭവം. സ്മാരകമായിട്ട് പണിതിട്ടുള്ളതാന്ന് കൊണ്ട് കേട്ടോ. ഈ മഞ്ഞ കളറുള്ള അമ്പലമാണ്. അമ്പലം താമരയാവണ്ടില്ല മഞ്ഞ കളറുള്ളത്. ഞാൻ ആദ്യമായിട്ട് മഞ്ഞ കളറിൽ കാണാൻ. ഒരു വെറൈറ്റി അതിൻ്റെ എന്തെങ്കിലും ഫുൾ മഞ്ഞ കളറ്. ഇതിനുള്ളിലേക്ക് കിടക്കുമ്പോൾ ഷൂ ഇരിക്കണം കേട്ടോ. നമ്മളുള്ളിൽ കയറുന്നില്ല, വേറെ കുഴപ്പമില്ല. ഇവിടെ എന്താ ലൈറ്റാണല്ലോ. ഇവിടെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് കേട്ടോ ഇത് തന്നെയുള്ള അതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. ഈ സംഭവം ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചത്. അപ്പോൾ അവിടെ വേറെ എന്ത് സംഭവം ഉണ്ട്, എല്ലാവരും കൂടി നോക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതും കൂടി നോക്കാൻ എന്തായാലും ഇതിനുള്ളിൽ കയറിയിട്ട് നമ്മൾ കാണാണ്ടിരിക്കാൻ മോശമല്ലേ. കണ്ടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഇതെന്തൊരു സ്മാരകം എന്ന് പറയാൻ. ഇത് വേറെ എന്തിട്ടാണോ ബുള്ളറ്റ് മാർക്സോ? പണ്ട് വെടി കൊണ്ടിട്ടുള്ള എൻ്റെ പാടമുള്ള ഇതിൽ കണ്ടോ ഈ കട്ട വരച്ചിട്ടുള്ളതില്ലേ. ഈ കട്ടകൾ വരച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് വന്നടിച്ചിട്ടുള്ളതിൻ്റെ പാടുകളാണ് ഇവിടെ. അത് എവിടുന്ന് വെടിക്കുന്നുണ്ടാവും? അവിടെ നിന്നല്ലേ. അന്ന് ഈ മരുന്നുണ്ടാവില്ല. അതാണ് ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടില്ലേ. പണ്ടത്തെ ചമ്മരാണുണ്ടല്ലോ ഇത്. അങ്ങനെ സമ്മതിക്കണല്ലോ ഇത്ര കാലം മുന്നത്തെ ചുമരുമേ ബുള്ളറ്റ് അടിച്ചിട്ടുള്ളതൊക്കെ.
അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ. ഇവിടെ വേറെ ഇതേപോലെ ചിലപ്പോൾ വേറെ ഒക്കെ ഉണ്ടാവട്ടെ. ആ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ഞാൻ അപ്പുറത്തേക്ക് നടന്നു. ഇവിടെ വേറെ എന്തോ സ്മാരകം പോലത്തെ ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു നോക്കി നോക്കാം. ചിലപ്പോൾ അവിടെ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അതും കൂടി കണ്ടൊക്കെ പോയിട്ട് മുടിയൊക്കെ കെട്ടിക്കാനായിട്ട് കണ്ട സെറ്റായി. മുടി സെറ്റായിട്ടൊന്നും ഇല്ല, ഫുള്ളായിട്ട് കെട്ടിക്കാൻ വേണ്ടിയില്ല, മുകളിൽ നിന്ന് കുറച്ചെടുത്ത് കെട്ടിയേക്കുക. എന്നാലും കുറച്ച് ഒതുങ്ങി എടുക്കും. കോക്കാച്ചി മോറിൻ്റെ ഒരു പണ്ട് മാറി കിട്ടും കുറച്ച് അല്ലേ, ആവൂലേ? അല്ലെങ്കിലും കോക്കാച്ചി മോറിനാന്ന്. അങ്ങനെ ഇത് കുറച്ച് മീനിനെ കൊടുത്തിട്ടാന്ന് ചോദിക്കും. ഇതെന്തൊരു ഒരു കിണർ പോലത്തെ എന്തൊരു സംഭവം കൊണ്ടിട്ടത് ഷഹേഡി വല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു കിണറാന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കി നോക്കാം. എൻ്റെ കുഞ്ഞു അത്ര അത്യാവശ്യം കൊണ്ടുണ്ട്. വീട്ടിലെ കിണറിൻ്റെ അത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറുതെ മൂടിയിട്ടിട്ട് മോളിക്ക് എന്തല്ല മോളിക്ക് ഞാൻ കാണിത്തരാം കേട്ടോ. ഒരു മിനിറ്റ്. മോളിക്ക് ഉണ്ടെങ്കിൽ അതൊരു സെറ്റപ്പ്. എൻ്റെ ഉള്ളിലേക്ക് ഒരു കിണർ അതന്നെ. ഇവിടെ മ്യൂസിയം ഉണ്ട്, പക്ഷെ തുറന്നിട്ടില്ല. അതുകൊണ്ട് ഗാലറി തുറന്നിട്ടില്ല. നമുക്കേ വെറുതെ ഒന്ന് ചുറ്റോറം നടക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കാണാമല്ലോ. പക്ഷെ കാണുമ്പോൾ ആരും നേരത്തെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ഇല്ല വിചാരിച്ചൊന്നും കണ്ടുപോയി. അവിടെയും ബുള്ളറ്റ് തട്ടി എൻ്റെ പാടൊക്കെ ഉണ്ട്. അങ്ങനെ ജാലിയും ബാലാബാഗും കണ്ടു. അങ്ങനെ ചുറ്റാറൊന്നും നടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് വേഗം ഇവിടുന്ന് മറ്റേ വാഗാ ബോർഡർ പിടിക്കാൻ നോക്കാം. വാഗാ ബോർഡറിൽ പരിപാടി 4 മണിക്ക് കുറച്ച് പ്രശ്നം. പിന്നെ അവിടെ കാണാനുള്ളത് ഒരു ചെറിയൊരു കവാടം പോലത്തെ സംഭവം കണ്ടോ? അതുണ്ട്. അതും പഴയ സെറ്റപ്പിലുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ ഈ പോണ വഴിയിലൊക്കെ ഉള്ള സാധനങ്ങൾ കണ്ടോ? ഇതൊക്കെ മരാട്ടാ. ഞാനത് വിചാരിച്ച് മരല്ലാന്നാ. പക്ഷെ ഇത് ചതിലൊടിച്ച് പോയില്ലെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഇത് മരമാണ്. ഇങ്ങനെ ആദ്യമൊക്കെ ബുള്ളറ്റ് അടിച്ചതിൻ്റെ പാടുണ്ട് മെയിനായിട്ട്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറാൻ പാടും, പക്ഷെ ഞാൻ കയറാൻ നിൽക്കുന്നില്ല. ഇത് ഓരോരുത്തരും മരിച്ചതിൻ്റെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. കണ്ടില്ലേ? ഓരോ സ്തൂപം പോലെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇതിനുള്ളിലും പിന്നെ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ മുകളിൽ മൊത്തം. നമുക്കിവിടെ എക്സിറ്റ് അപ്പുറത്ത് കൂടെ അല്ലേ? നമ്മൾ വന്ന വഴി കൂടെ അല്ല എക്സിറ്റ് വേറെ വഴിയാണ്. ഈ സംഭവം ഇന്നലെ വന്നപ്പോൾ കണ്ടനില്ല. ബുള്ളറ്റ് മാർക്ക്, ഗാലറി, ഫ്രെയിംസിൻ്റെ മൊത്തം ഉണ്ട്. എല്ലാതും ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ജാലിയൻവാലാബാഗ് കഴിഞ്ഞു, എക്സിറ്റായി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കാണാം കേട്ടോ. അപ്പോൾ ശരി, ഇനി പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചറിയാം. അങ്ങനെ നമ്മളിപ്പോൾ റൂമിലേക്ക് പോണ വേറെ വഴി കൂട്ടിയാണ് നടന്നുകൊണ്ടിരിക്കണം. ചെറിയ വഴി. ഇന്നലെ പോകുമ്പോൾ ഇവിടെ കുറേ ടൂളുകൾ ഉണ്ടാക്കണതൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് നോക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. പക്ഷെ രാവിലെ നേരത്തെ ഇറങ്ങി ഒരിക്കലും കാണാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും എല്ലാം നടന്നു നോക്കാൻ വിചാരിച്ചിട്ടാ. കണ്ടില്ലേ? ഇന്നലെ വൈകുന്നേരം ഇവിടേക്ക് വരുമ്പോഴൊക്കെ നല്ല തിരക്കാറുണ്ട്. ഈ വഴി തന്നെ നോക്കി എന്താ പോലെ കാണുമ്പോൾ. അങ്ങനെയാണ് എന്തൊക്കെ അടിക്കുന്ന ഒരു മോണ്. ഇതിനുള്ളിലൊക്കെ കണ്ടമ്മന റൂമുകളുണ്ട് ഇവിടെ. എന്തോരോ റൂം നോക്കിയിട്ട് കുറേ നോക്കി ഇതിനുള്ളിലേക്ക് വേണ്ട. ശരി പോലെയായിട്ട് ഇതെന്തിട്ടത് GSSSMS റോഡ് അമിക്കർ. ഇതിൽ കൂടെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇന്നലെ റൂമിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിന് വേണ്ടി കൂടെ വരാം. പക്ഷേ ഇന്നലെ എന്താ പറയുക, ഇന്നലെ അതിൽ കൂടെ വൈകുന്നേരം നല്ല തിരക്കായിരുന്നു. സൈക്കിൾ അതിനെ കടത്തി വരില്ലായിരുന്നു. പക്ഷേ ബൈക്കുകളൊക്കെ കടത്തി വരണമായിരുന്നു. ഞാൻ പിന്നെ റിസ്ക് എടുക്കാറില്ല. ഞാൻ അവിടെ പോയിട്ട് വെറുതെ ചമ്മിയിട്ട് വരണ്ടല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ഇങ്ങനെ വളഞ്ഞിട്ട് വന്നേ. ഇവിടെ കുറേ സ്ഥലത്ത് കുറേ റൂമുകളുണ്ട് ഇതിനുള്ളിലൊക്കെ. ശരി, ഇവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ വേണം. നേരത്തേക്കൊക്കെ വെള്ളം വരുന്നു മുകളിൽ. ഇതിൻ്റെ ഉള്ള റൂമുണ്ട് രാവിലെ. പക്ഷെ ആരും ഇല്ല കേട്ടോ. നോക്കി ഇതൊക്കെ കാണുമ്പോൾ നോക്കി എന്ത് പോലെ
ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ വഴികളുണ്ട് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വഴികൾ. ഇന്നലെ ഒരു ദിവസം നടന്നതിന് ഇന്നലെ രാത്രി ഒരു 12:30 വരെയൊക്കെ ഇവിടെ കിടന്ന് അമ്പലത്തിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഇവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് അപ്പോൾ ഇവിടുത്തെ വഴിയൊക്കെ ഏതാണ്ടെന്ന് ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ബിൽഡിങ്ങുകളൊക്കെ ഗംഭീര പഴക്കമുള്ള കേട്ടോ, നോക്കി എന്ത് പഴക്കം എന്ന് പറയുക. ഞാനേ തരിയും കൂടെ ഉള്ള ഇവിടുന്ന് നേരെ റൂമിലേക്ക് എത്തിയിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കട്ടെ, എൻ്റെ വാഗാ ബോർഡർ പിടിക്കാൻ നോക്കുന്നത്. അല്ലാണ്ട് ശരിയാവില്ല, വെറുതെ ഇങ്ങനെ ഇവിടുന്ന് സമയങ്ങൾ എൻ്റെ അല്ലെങ്കിൽ ഉച്ചയാവാറായി. 9 മണി കഴിഞ്ഞാൽ വെയിലായി തുടങ്ങും. പിന്നെ 9 മണി ആയിന്നുകൊണ്ട് ഇപ്പോൾ ഏകദേശം. അപ്പോൾ ശരി കേട്ടോ മക്കളെ, ഞാൻ സൈക്കിൾ എടുത്ത് ഇറങ്ങാൻ നോക്കട്ടെ. ഇപ്പോൾ തിരിയാൻ സ്ഥലമില്ല മക്കളെ, എൻ്റെ ചീർപ്പ്. അങ്ങനെ ഇനി ഈ സൈക്കിൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകണം, അതാണ് അടുത്ത പണി. നോക്കട്ടെ മെല്ലെ ഫാൻ ഓഫ് ചെയ്തോ, കൊണ്ടുവന്നിട്ട് നോക്കാം. കണ്ണട മുഖമൊക്കെ നോക്കട്ടെ, സുന്ദരനായില്ല. സുന്ദരനായെങ്കിൽ ഞാൻ ചടങ്ങ് കുറച്ച് പണിയാട്ടാ. ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഉപ്പാടളക്കും. ശരി, അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തരിയിട്ട് നീങ്ങിയിട്ടുള്ള സെൻറ്ററിൽ നിന്ന് നടന്നു. തിരക്കുള്ള ഭാഗമല്ല, അവിടെ നിന്നുണ്ടെന്ന് ഒഴിഞ്ഞിട്ട് മാറിയിരുന്നു. കണ്ട് ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ നിന്ന് കറക്റ്റ് വാഗാ ബോർഡറിലേക്ക് 33 കിലോമീറ്ററാണ്. 4 മണി നമ്മൾ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞേ. ഇപ്പോൾ സമയം വെച്ച് കഴിഞ്ഞാൽ 9:30 ആയിട്ടുള്ളൂ. മെല്ലെ പോവാ, സമയമുണ്ട് കുറേ. ഒരു 15 കിലോമീറ്റർ ഇപ്പോൾ വിട്ടുക, ഉണ്ട് 2.5 കഴിഞ്ഞിട്ട് 15 കിലോമീറ്റർ വിട്ടുക. സെറ്റാ. അങ്ങനെ റോഡ് കണ്ടില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ റൂട്ടിൻ്റെ ഈ അമിസ്റ്ററിൻ്റെ റെയിൽവേ സ്റ്റേഷൻ റൂട്ടില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി വഴി. കേരള इधर वाघा बॉर्डर है, तुम किधर आएगा? मैं तो हैं? मैं तो यहाँ बता रोड से। हाँ वाघा बॉर्डर है। हाँ तुम जाओ मेरे पास, काम करती है? आज नहीं कर दो मेरे पास, राइट कर दो। नाम क्या है? अरे तुम्हारा नाम क्या है? सोनू। मेरा नाम बेजित। केरला से। 3 महीने हो गए। हाँ बढ़िया। इधर क्या करती है काम? बूट मतलब? हाँ शूज़ का बूट। हाँ ओके ओके बाय. നമുക്കൊരു സൈക്കിൾ റൈഡർ കിട്ടിയിട്ടുണ്ട്. നാളെ നല്ല കഥയാണ്. 2 व्हीलर व्लॉग बनाती है ये ഞാനിവിടെ ക്യാരറ്റ് കണ്ടപ്പോൾ ക്യാരറ്റ് വാങ്ങാൻ എന്താ അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ വാഗാ ബോർഡറിനൊക്കെ പറയുന്നുണ്ട്. नाम क्या है भाई? विशाल साजन विशाल. मेरा नाम रजित है. इधर से वाघा बॉर्डर का कितना दूर है? 15 किलोमीटर है. 15 किलोमीटर है. कितने बजे की ओपनिंग है? 4 बजे. कितने बजे की बंद हो गया? 6 2 घंटे. हाँ ओके. उधर क्या देखने का? प्रेयर है. ये मॉर्निंग है इवनिंग है? हाँ ओके. शाम को स्टे वहीं करना, वापस मत आना. स्टे वहीं करना. स्टे मिल जाएगा उधर? हाँ मिल जाएगा. स्टे का कितना है? स्टे रूम है? रूम का वही 600 का रूम है. 600 बनाता है. हमारे पास है टेंट है, टेंट में रहना है. इतना पैसा नहीं है हमारे पास है. ഓക്കെ നൈസ് ടു മീറ്റ് യു. താങ്ക് യു ബൈ. ഇതുവരെ കടയാട്ടാ ഫുള്ള് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് വരില്ല. ആറ്റം തൊട്ട് അവിടുത്തെ പാലം കണ്ടില്ല, അവിടെ തൊട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അങ്ങനെ ഓക്കെ ബൈ. सारी वीडियो बन गई अंदर भी. हाँ ഓക്കെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, കമ്പനി ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു.
അങ്ങനെ വാഗ ബോർഡറിലേക്ക് ഇവിടുന്ന് എത്ര 5 കിലോമീറ്റർ കൂടി ഉണ്ടല്ലോ, 5-6 കിലോമീറ്റർ ഉണ്ടല്ലോ ഇനി ഇവിടെ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ ബോർഡറിൻ്റെ അവിടെ ഇനി ഉള്ളിലേക്ക് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് ആവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 12:30 ആയിട്ടുള്ള സമയം, 12:30 ഇനി സമയമുണ്ട്. 3-3.5-4 മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട്, 3.5 മണിക്കൂറൊക്കെ സമയമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് കമ്പനിയായിട്ട് പറഞ്ഞു അങ്ങനെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവും. എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, വരുമ്പോൾ ചിലപ്പോൾ സ്റ്റേ കിട്ടില്ല, ആദ്യം തന്നെ നോക്കിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്രോമത്തെ ആൾക്കാർ മസ്ക് ഇട്ടിട്ട് അവരോട് പറഞ്ഞിട്ട് ചേട്ടാ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റേ അടിക്കാൻ പറ്റും, അങ്ങനെ പോകാൻ പറ്റില്ല കാരണം എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ നിന്ന് മറ്റേ ക്യാരറ്റൊക്കെ വാങ്ങിച്ചില്ലേ, അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി സൈക്കിൾ എവിടെ നിൽക്കണ്ട, ചിലപ്പോൾ റിസ്ക് ആവും, ബോർഡർ സൈഡല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ പേടിക്കാനുള്ള ഏരിയ ഒന്നും തോന്നുന്നില്ല. പക്ഷേ അയാളങ്ങനെ പറഞ്ഞ കാരണം പിന്നെ ഓരോരുത്തർ വെറുതെ എന്ന് പറഞ്ഞു പിന്നെ അത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ പോലെ ആവില്ലേ. അപ്പോൾ പിന്നെ പെട്രോൾ ബായി തന്നെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇവിടെ പെട്രോൾ അടിച്ചു വന്നു, ഇവിടെ ടെൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെൻ്റ് അഞ്ച് പുതിയത് വാങ്ങിച്ചിട്ട് തൊട്ടിട്ടില്ല, അതെങ്ങനെയെങ്കിലും ഒന്ന് ഉപയോഗിക്കണ്ടേ. അങ്ങനെ ഇപ്പം ഇനി 3 മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞിട്ട് മെല്ലെ പോവുക, 3-3:30 ആകുമ്പോൾ കഴിഞ്ഞിട്ട് പോവുക. 3 മണിയാകുമ്പോൾ പോവുക നല്ലത്, നേരത്തെ പോവുക. വെറുതെ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം എടുക്കാൻ വിചാരിച്ചു. വേണ്ട, ഇവിടെ മാറ്റി വിരിച്ചിട്ടുണ്ട്. പക്ഷേ വെയിൽ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വെയിൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുണ്ടാവുക, ചൂട് ഭയങ്കര ചൂടാട്ടാ. പഞ്ചാബ് സീനാണ്. അയ്യോ ഏറ് പറഞ്ഞ സൈക്കിളിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി ആകെ ഇത് മൊത്തം കാൽമുക്കി കടിക്കുന്നത്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, കൊണ്ടുപോയിട്ട് ഇനി അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. ഞാനേ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ഓക്കെ, നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയത് പറഞ്ഞല്ലോട്ടെ ബൈക്കിന്ന്. പിന്നെ പെട്രോൾ പമ്പ് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇനി നമ്മൾ വീണ്ടും രാത്രി അങ്ങോട്ട് സ്റ്റേ ചെയ്യാൻ പോകണില്ല. അവർ പറഞ്ഞു അവിടെ വന്ന് കിടന്നു എന്ന് പറഞ്ഞു. അവിടെ 9 മണി വരെ ഉണ്ടാവുള്ളൂ, നീ അവിടെ വന്ന് കിടന്നു പറഞ്ഞിട്ട് ചാർജിങ്ങും ബാത്റൂം വർക്ക് കാര്യങ്ങളൊക്കെ നടക്കൂല. അപ്പോൾ ഇവിടുന്ന് എന്നിട്ട് ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഈ വാഗ ബോർഡറിൻ്റെ അവിടേക്കുള്ള വഴി സൂപ്പർ വഴി കേട്ടോ. ടപ്പെന്നുണ്ട് വേഗം. വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ലോ, വേറെ സീനൊന്നുമില്ല. കണ്ടമാനം ആൾക്കാർ പോയി തുടങ്ങിയിട്ട് ഇത്ര നേരം വണ്ടികളൊക്കെ കുറവായിരുന്നു. വൈകുന്നേരം ആയി തുടങ്ങിയപ്പോഴേ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ട് 3 മണി ആയി വണ്ടികൾ പോയി തുടങ്ങി. കാരണം 4 മണിക്ക് 4:30 തുറക്കാന്നൊക്കെ പറയുന്നുണ്ട്, ചിലവർ 5 മണിക്ക് പറയുന്നുണ്ട്. കറക്റ്റ് ടൈം അറിഞ്ഞിട്ടില്ല. ഞാനത് കാരണം 3 മണിക്ക് തന്നെ ഇറങ്ങി. ഇനി നേരം വൈകണ്ട, അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അയ്യോ ഒരു പശുവത്ത് എടുക്കണം നോക്കി, വലിയ പശുവാണല്ലോ. ചൂട്ടത്ത് വണ്ടി ഇടിച്ചിട്ട് എത്രയുള്ളാവൂ പറയാൻ പറ്റില്ല. നല്ല ചെറുത് മണ. അങ്ങനെ ഇനി അവിടെ എത്തിയിട്ട് ഞാൻ വരാം. വെയിലുണ്ടേ, വെയിലത്ത് വർത്താനം പറയുക, വീഡിയോ എടുക്കുക, ഓടിയിട്ട് നടക്കില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ. നല്ല ഗോതമ്പ് വാർത്തൻ്റെ ഇടയിലുള്ള യാത്ര. ഇതിൽ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ആ ബോർഡർ വരണേ. ഏത് സൈഡാണെന്ന് അറിയില്ല, ലെഫ്റ്റ് സൈഡിന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വാഗ ബോർഡറിലെത്തി. എന്തൊരു തിരക്കാട്ടോ അവിടെ. സമയം ഇപ്പോൾ എത്ര ചെയ്യുന്നറിയോ? 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും, 3:30 കഴിഞ്ഞിട്ടുണ്ടാവും സമയം. 3:30 സമയം. ഗംഭീര തിരക്കാം. ഫുൾ പാർക്കിങ്. സൈക്കിളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് കണ്ടറിയാം സൈക്കിൾ വരുമ്പോഴേക്കും. നോക്കി നോക്കാം. ഒരു ഫ്ലാഗ് എന്തായാലും വാങ്ങണം ഇവിടുന്ന്. നോക്കിയിരിക്കുക ഇവിടുന്ന് ഫ്ലാഗ് വാങ്ങാൻ. എന്തായാലും ഒരു ഫ്ലാഗ് ഇവിടുന്ന് കണ്ട് വാങ്ങിക്കാം അല്ലേ. വണ്ടിയിൽ ഫ്ലാഗ് ഇല്ലാന്ന് കുറേ ആൾക്കാരായി പറയുന്നത്. അവിടെ ഒരു ഫ്ലാഗ് ചോദിച്ചപ്പോഴേ അതിന് 150 രൂപന്ന്. 150 രൂപ കൊടുത്തൊന്നും ഫ്ലാഗ് വാങ്ങണ്ട. വേറെ ഫ്ലാഗ് ചോദിച്ചാൽ കൂടെ എത്രയാണുള്ളത്. दीदी ये फ्लाई का कितना? 50 50 रुपया। कितने बजे के बंद हो गया? अभी तो गेट खुला है, 5:30 स्टार्ट होगा, 6 बजे खत्म। 6 मतलब 6 बजे? हाँ जी। एक घंटा है। हाँ ओके, मैं उधर आएगा। 5:30 का स्टार्ट होता है, 5:30 का स्टार्ट होगा। हाँ 1 घंटे बाकी है। 1 घंटे की परेड होती है बस। हाँ ओके, मैं उधर आने के बाद में परचेस कर रहा हूँ। मैं साइकिल में आएगा केरला से। हाँ तुम उधर ही है? हाँ ओके ओके ओके। ആ ചേച്ചി 50 രൂപ പറഞ്ഞു, മറ്റുള്ള 150 രൂപ പറഞ്ഞു. എന്ത് പെട്ട അവിടുത്തെ 8 അടി എന്ത് എല്ലായിടത്തും പറ്റിക്കണോരാ. ഓ ഇവിടെ ഭയങ്കര സൗണ്ട് കേട്ടോ. അവിടെ തിരി കാണിച്ചിറങ്ങി. ഇതിൻ്റെ ഉള്ളിലേക്ക് പോണ വഴി കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഗംഭീര തിരക്കാ. എനിക്ക് നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ സമയം 4 മണി ആവണല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 5:30 ആവുമെന്ന് പറഞ്ഞാൽ തുടങ്ങാം. 5:30 തൊട്ട് 6 മണി വരെ 6:30 വരെ എന്നൊക്കെ പറഞ്ഞിരുന്നു.
1 മണിക്കൂറൊക്കെ ഉള്ളതെന്ന് പറഞ്ഞേ. നോക്കി നോക്കാം എങ്ങനെയാന്ന്. ആദ്യം തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് പിടിക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ സെപ്പറേറ്റ് VIP സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ നേരെ വന്ന് കയറിയതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ജനങ്ങൾ ഒരു കുന്നിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറ സൈഡ് ഫുള്ളായപ്പോൾ പിന്നെ ഇപ്പുറ സൈഡ് കൂടെ കയറ്റണേ. ആദ്യം വന്നിട്ട് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം തിരിച്ചു കൊണ്ടാക്കാൻ പോയി വീണ്ടും പോസ്റ്റായി പിന്നെ വഴിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രണ്ടാമത് വന്ന് വേഗം വന്നിട്ട് മണ്ടയിൽ വന്നിട്ട് വേഗം സ്ഥലം പിടിച്ചു. പിന്നെ പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാനൊരു കോണിയുടെ സൈഡിലായിട്ട് ഇരുന്നത്. അങ്ങനെ ഇരുന്ന് പരിപാടി തുടങ്ങണേക്കാൾ മുന്നേ കുറേ നേരം ആൾക്കാർ വരുന്നതായിട്ട് കുറേ പരിപാടി നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഇവിടെ ഇങ്ങനെ വെയിറ്റിങ് തന്നെ. എല്ലാവരും കുറേ ആൾക്കാർ കൊടയെ പിടിച്ചെടുക്കുന്നുണ്ട്. കൊട പിടിച്ച് ഒന്നരൊക്കെ ബുദ്ധിമാരാ രക്ഷപ്പെട്ടു. പിന്നെ പറഞ്ഞാൽ ഞാൻ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിനൊക്കെ കൂടിയിട്ട് ഡാൻസ് കളിക്കാനുള്ള ഒരു പരിപാടി. അത് ഗംഭീര രസമാണെന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഗേൾസിന് മാത്രം ഡാൻസ് കളിക്കാൻ പരിപാടി. അങ്ങനെ ഇന്ത്യനെ കുറിച്ചിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ട് ജാതി കളിയാണ്. ഒരു രക്ഷയില്ല. അത് നമുക്ക് കാണുമ്പോൾ രസമാണ്. ഓപ്പോസിറ്റ് സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയില്ല, ഒരാളില്ല അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ഒരു പരിപാടി നടത്തുന്ന പോലെ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഒരു മനുഷ്യനെ കാണാനില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാർ വന്നത്. അങ്ങനെ ഈ പരിപാടി കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കയറ്റി വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പരേഡ് പരിപാടി തുടങ്ങണേ. അതും ഈ പറഞ്ഞ പോലെ സൂപ്പർ പരിപാടിയാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ കാണണം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉള്ളിൽ നിന്നൊരു സാധനം വരും നമുക്ക്. നമ്മളൊരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ജാതി കുറവ്. ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇന്ത്യക്കാരെ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് കാണണം. അതിന് ഫ്രണ്ടിൽ ഒരാൾ ഓടണുണ്ടാവും. അയാളാണ് ഈ ക്രൗഡിനെ മൊത്തം കൺട്രോൾ ചെയ്യണം. നമ്മൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ ഹാപ്പി ആക്കുക, നമ്മളെ കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിപ്പിക്കുക, ഫുൾ കാര്യങ്ങൾ നമുക്ക് എനർജി തരുന്ന അയാളാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ വന്ന് കാണണം. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇതെല്ലാ ദിവസവും വൈകിട്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ. ഞാനത് ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്തുണ്ടാവും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ എന്തോരം ജനങ്ങളാണെന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനിൽ ആരും ഇല്ല. ആകെ ഒരു 10-20 ആൾക്കാരുണ്ടാവും. അത്ര ആൾക്കാരല്ലോ. അത് കാണുമ്പോൾ നമ്മുടെ പവർ നമുക്കിങ്ങനെ രോമാഞ്ചൊക്കെ ഇങ്ങനെ എനിക്ക് വരും. നമ്മുടെ ഭാഗത്ത് ഇത്രയ്ക്കധികം ആൾക്കാരെന്ന് പറയുമ്പോൾ പിന്നെ പറയുമ്പോൾ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അമ്മാതിരി സപ്പോർട്ട് ചെയ്യണം അവിടെ. നമ്മൾ മിണ്ടായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളെ കൊണ്ട് എനർജി കയറ്റിപ്പിക്കും. പിന്നെ അങ്ങോട്ട് പിന്നെ ഇവിടുത്തെ പരേഡ് കാര്യങ്ങൾ പ്രാർത്ഥന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കാണണം. സംഭവം കുറച്ച് നേരത്തെ പരിപാടിയുള്ളൂ. പക്ഷേ കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഉള്ളിലേക്ക് എത്തുക എൻ്റെ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇത് നോർമൽ ദിവസങ്ങളിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ആഗസ്റ്റ് 15-നൊക്കെ 1,00,000 മുകളിൽ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു അവിടെ. എന്താ ഇത് കാണാൻ വരാൻ പറ്റിയ തന്നെ ഭാഗ്യമായിട്ടാണ്. എന്തായാലും അടിപ്പം പരിപാടിയാണ്. ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പാട്ട് വെച്ചത് കോപ്പിറൈറ്റ് വരുന്നതാണ് പിന്നെ കളഞ്ഞത് ഞാൻ എടുത്തിട്ട്. ഒന്നും പറയണ്ട, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞത് എല്ലാവരും ഒന്ന് കാണണം. കണ്ട് നോക്കിയാൽ ഇതിൻ്റെ ഒരു ഇതറിയുള്ളൂ. നമുക്ക് ഇന്ത്യക്കാരാന്നുള്ള ഒരു പവർ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ഇത് കാണണം വന്നിട്ട്.
പെട്രോൾ പമ്പിലെത്തി. അങ്ങനെ ടെൻ്റ് അടിക്കാന്ന് ഒരു സമ്മതിച്ചു. ഇവിടെ നേരത്തെ വന്ന പെട്രോൾ പമ്പ് തന്നെ. അങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി. ഒന്നും പറയണ്ട, ഇവിടെ കിട്ടി തന്നെ വായിക്കുന്ന. മറ്റവൻ പറഞ്ഞാലും കുറച്ച് പേരിൻ്റെ നടന്നില്ല. ഇനി കെടുക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഫുഡൊന്നും ഇല്ലെന്ന്. പെട്രോൾ പമ്പിൽ ചേട്ടന്മാരഞ്ച് ഞാൻ റൊട്ടിയും താൽക്കറി കൊടുന്നു. സെറ്റായി. അപ്പോൾ ഞാനഞ്ചൊന്നും ഒന്നും ഇല്ലാണ്ട് പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് എന്താ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് കറക്റ്റ് ടൈമിൽ കിട്ടിയത്.